ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മൈ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ പുട്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ്. ഇതൊരു പ്രത്യേക രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. സാധാരണ നമ്മൾ പുട്ടുപൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരി പൊടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് 8 മണിക്കൂർ അരി കുതിർത്ത് വെച്ച് മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയുമാണ്, നല്ല സോഫ്റ്റുമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഈ പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. പുട്ടുണ്ടാക്കാൻ ആവശ്യമായ അരിയാണിത്. ഞാനിവിടെ അരി ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചതാണിത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി രാത്രി കുതിർത്ത് വെച്ച അരിയാണിത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മട്ട റൈസ് ആണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ മട്ട റൈസ് ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന ഏത് പുഴുക്കലരി വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. മട്ട റൈസ് ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. അരി ഒരു 6 മണിക്കൂർ തുടങ്ങി 8 മണിക്കൂർ വരെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. ഈ അരിയിലെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള ഒരു അരിപ്പ പാത്രത്തിലൂടെ അരിച്ച് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ അരി അരിച്ചു വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അരിയിലെ വെള്ളമൊക്കെ ഏകദേശം പോയി വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തുണിയിലോ അല്ലെങ്കിൽ തോർത്തിലോ ഈ കുതിർത്ത അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു കിട്ടും. അരി കൂടുതൽ ഡ്രൈ ആയി പോകാനും പാടില്ല. ചെറിയ നനവോടെ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. അരി തുണിയിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരി കുറേശ്ശെ വീതം പല പ്രാവശ്യം ഇട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നല്ല പാകത്തിന് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അരി ഈ കാണുന്നത് പോലെ ചെറിയ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള അരിയും നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. ഞാനിവിടെ അരി പൊടിക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഉപ്പ് പിന്നീട് ചേർത്താലും കുഴപ്പമില്ല. ഞാനിവിടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ അരിയും പുട്ടിന്റെ പാകത്തിൽ നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞ് ഈ പൊടിയിൽ നമ്മൾ വെള്ളമോ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പുപൊടി ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. വായിൽ വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും ഒന്ന് കൈ കൊണ്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങാപ്പിര വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ല, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങാപ്പിര ഇട്ട് കൊടുത്താലും മതി. പുട്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പുട്ട് മേക്കറിലേക്ക് നമുക്ക് ആദ്യം ഇതിന്റെ ചില്ലിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാപ്പിരി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. വീണ്ടും അതിന്റെ പുറത്തേക്ക് കുറച്ച് തേങ്ങാപ്പിരി ഇട്ട് കൊടുക്കുക. വീണ്ടും ഇതിന്റെ പുറത്തേക്ക് പൊടി ഇട്ട് കൊടുക്കുക. ഏറ്റവും അവസാനം അതിന്റെ പുറത്തേക്ക് വീണ്ടും തേങ്ങാപ്പിരി നിറച്ചിട്ട് കൊടുക്കുക. ഇനി പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് പുട്ടുണ്ടാക്കുന്നത്. അതിനായിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുക്കർ മൂടി കൊടുക്കുക. ഇനി പുട്ടുകുറ്റി നമുക്ക് ഈ പ്രഷർ കുക്കറിന്റെ സേഫ്റ്റി വാൽവിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പുട്ടുകുറ്റി കുക്കറിന്റെ മുകളിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുട്ടുകുറ്റിയുടെ അടിയിലെ വാൽവ് കുക്കറിന്റെ സേഫ്റ്റി വാൽവിന്റെ പുറത്ത് തന്നെ വെക്കണം. എന്നാൽ മാത്രമേ ആവി ശരിക്കും പുട്ടുകുറ്റിയിലേക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ പുട്ടുണ്ടാക്കാൻ വെച്ചിട്ടൊരു 3-4 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കത് കുക്കറിന്റെ പുറത്തുനിന്ന് എടുത്തിട്ട് പുട്ട് പുറത്തേക്ക് എടുക്കണം. ഇനി റെഡിയായ പുട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റിയുമായ നമ്മുടെ പുട്ട് റെഡിയായി കഴിഞ്ഞ് അരിപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ പുട്ട്. വളരെ സ്വാദിഷ്ടവുമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് പപ്പടവും പയറുതോരനുമാണ്. പയറുതോരൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇഷ്ടമുള്ളവർ അത് കണ്ടു നോക്കുക. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമന്റും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.